പ്രത്യാശയുടെ പുതിയൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണല്ലോ. ഈ ദിവസം ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് സമൃദ്ധിയായി സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രാപിക്കുവാൻ നാമും ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ തനിമയിലേക്ക് ഈ കൂട്ടായ്മ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 4-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുന്നു. നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. നിസ്സഹായരായ മനുഷ്യരെയാണ് നാം ലോകത്തെല്ലായിടത്തും കാണുന്നത്. ആരുണ്ട് എന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ? ആരുണ്ട് എന്നെ ഒന്ന് സഹായിക്കുവാൻ എന്ന് പരതി നടക്കുക നാം ഓരോരുത്തരും. മാനുഷികമായ സഹായമോ മാനുഷികമായ ആലോചനയോ ഒന്നും നമ്മളെ രക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കൊന്നാമതായിട്ട് പഠിക്കുവാനുള്ള ഒരു സത്യം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും എത്ര സ്നേഹിക്കുന്നവരും കരുതുന്നവരും ഒക്കെയും നമ്മളെ സഹായിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അവരുടെ പ്രാപ്തിക്കപ്പുറം ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല. അവരുടെ പ്രാപ്തി എന്ന് പറയുന്നത് അവരും മനുഷ്യരാണ്. മാനുഷികമായ കഴിവും ശക്തിയും മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അവരിൽ നിന്ന് നാം അധികമൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ എവിടെയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിത്യതയ്ക്കും നമ്മളെ യോഗ്യരാക്കുന്ന ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. നമ്മെ ആരും മനസ്സിലാക്കാത്ത അനുഭവങ്ങളും അവസരങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആണ് നാം അതിൻ്റെ ആഴം അല്ലെ തീവ്രത നാം മനസ്സിലാക്കുന്നത്. എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെ മനസ്സിലാക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാവരും കരുതുന്നു. ഒരു വശത്ത് മറ്റുള്ളവരുടെ കരുതലുണ്ട്. ആരുടെയും സഹായവും കരുതലുമില്ലാതെ ഒരു മനുഷ്യർക്കും ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. നിസ്സഹായതയുടെ അനുഭവങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നു. മിക്കപ്പോഴും നമ്മെ സ്നേഹിക്കുവാനും കരുതുവാനും നമ്മെ കരം പിടിച്ചുയർത്തുവാനും ദൈവം സാഹചര്യങ്ങളെയും ആളുകളെയും ഒരുക്കി തരുന്നുമുണ്ട്. എന്നാൽ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത അവസരങ്ങൾ, ഞെരുക്കങ്ങൾ ഒക്കെയും നാം അഭിമുഖീകരിക്കുമ്പോൾ നാം തളർന്നു പോകുന്നത് മാനുഷികമായ ഒരു സ്വഭാവമാണ്. അവിടെയാണ് ദൈവത്തിലുള്ള പ്രത്യാശയ്ക്കുള്ള സ്ഥാനവും വലിപ്പവും. ദൈവത്തിലുള്ള പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കുന്നില്ല. ഏത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ കരകയറ്റുവാൻ ശക്തമായ കരങ്ങളാണ് ദൈവത്തിൻ്റെ കരങ്ങൾ. ആ കരങ്ങൾ കൊണ്ട് നമ്മെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ ദൈവത്തിലാണ് ഓരോ ദൈവഭക്തനും പ്രത്യാശ വയ്ക്കുന്നത്. കഷ്ടങ്ങൾ നേരിടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ ഉള്ള കഷ്ടങ്ങളിൽ നമ്മളെ നടത്തിയ വിധങ്ങളെ ധ്യാനിക്കുന്നത് നമുക്ക് ഒരുപാട് ആശ്വാസമാകുന്നു. നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അവരുടെ ദൈവിക അനുഭവങ്ങൾ നമുക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാകുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ സാക്ഷ്യങ്ങൾ നമ്മെ വിശ്വാസത്തിൽ
ശക്തരാക്കുന്നു. എന്നാലും തളർന്നു പോകുന്ന ബലഹീന മനുഷ്യരാണ് നാം ഓരോരുത്തരും. ദൈവത്തിലുള്ള പ്രത്യാശ അതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിനുള്ള അത്രയ്ക്കുള്ള ബലമേ മനുഷ്യർക്കുള്ളൂ. മനുഷ്യൻ പരിമിതികളാൽ നിറഞ്ഞവന്, ഉറച്ചു നിൽക്കുവാൻ കഴിവില്ലാത്തവനാണ്. അവിടെ ധീരതയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൽ ഈ വാക്യം ദാവീദ് ഉദ്ധരിക്കുമ്പോൾ ദാവീദ് സ്വന്തം ജീവിതത്തിലെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ച് അയവർക്കുകയാണ്. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അതുകൊണ്ട് എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണം. ഇന്ന് എന്നെ സഹായിക്കുവാൻ ആരും ഇല്ല. കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് കൃപ തോന്നിയ ദൈവമേ, ഞാൻ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ കൂടെ പല അവസരങ്ങളിലും കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ നീ എന്നെ നടത്തിയല്ലോ. ആ ദൈവമേ, നീ ഇന്നും സർവശക്തനായി ജീവിക്കുന്നല്ലോ. എന്നോട് കൃപ തോന്നണേ. നിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച് നാം ഒരു അപകടത്തിൽ വരുമ്പോൾ, നമുക്ക് സഹായമില്ലാതെ വരുമ്പോൾ നാം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടാം വാക്യത്തിൽ പറയുന്നു, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. എത്രത്തോളം എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കും, അത് പറഞ്ഞ് പരത്തും. അതിൽ കൂടെ നിങ്ങളുടെ ഉദ്ദേശം എന്തോ, നിങ്ങളുടെ ലക്ഷ്യം എന്തോ? വെറും മായയെ ആണ് നിങ്ങൾ ഇച്ഛിക്കുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ പ്രയോജനം, പ്രതീക്ഷിക്കുന്ന പ്രയോജനം നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കുകയില്ല. മാനത്തെ അപമാനമാക്കുക, മാനത്തെ നിന്ദയാക്കുക. ഒരാൾ കഷ്ടത്തിൽ വീഴുമ്പോൾ, ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ആ ആളിൻ്റെ മാനത്തെ നിന്ദയാക്കുന്നത് ഒരു പൈശാചിക പ്രവണതയാണ്. അതിൻ്റെ അന്ത്യമോ മായ, ഒരു പ്രയോജനവുമില്ല. എന്തെല്ലാം കെട്ടുകഥകൾ, ഇല്ല കഥകൾ മെനഞ്ഞ് ഉണ്ടാക്കിയാലും ഒരു പ്രയോജനവുമില്ല. ഒടുവിൽ അതൊക്കെയും വെറും പൊള്ളയായ കഥകളാണെന്ന് തെളിയും. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഒരു ഭക്തൻ ദൈവം നടത്തിയ വിധങ്ങളെ ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര ഞെരുക്കത്തിൽ കൂടെ കടന്നുപോയ സമയത്തും എനിക്ക് വിശാലത വരുത്തി. എന്നെ കരുതുവാൻ ദൈവം ചിലരെ ഒരുക്കി. ഏലിയാവിനെ ഒരു സഹായവുമില്ലാതെ പോയി തൊട്ടിൽ പോയി താമസിച്ചു. അവിടെ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ നമ്മെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുമ്പോൾ ദൈവം ആരെയെങ്കിലും അയക്കും. ആരെങ്കിലും അയച്ച് നമ്മെ സഹായിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ പരസ്പരം ഉറപ്പിക്കാം. അപമാനത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ പരസ്പരം ധൈര്യപ്പെടുത്താം. നിന്നെ കരുതുന്നൊരു ദൈവം, നിന്നെ അറിയുന്നൊരു ദൈവം, നീ ഞെരുക്കത്തിലിരിക്കുമ്പോൾ നിനക്ക് വിശാലത വരുത്തുവാൻ തക്കവണ്ണം മനസ്സലിവുള്ളൊരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് എല്ലാവരെയും ധൈര്യപ്പെടുത്താം. അതുകൊണ്ട് പ്രതിസന്ധികളുടെ സമയത്ത് ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാൻ എങ്ങനെയുള്ള ദൈവത്തിലാണ്? അവൻ സർവശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിയെ നിർവചിക്കുവാൻ ആർക്കും കഴിയുന്നില്ല.
ആർക്കും മനസ്സിലാകുന്നില്ല. എൻ്റെ അടുത്ത ഒരു സുഹൃത്ത്, എൻ്റെ കൂടപ്പറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ബന്ധുവിന് ഉണ്ടായ ഒരു അനുഭവം. അവൾ നല്ല യൗവനത്തിൽ വിവാഹിതയായി. എന്നാൽ അവളുടെ ദാമ്പത്യ ജീവിതം 2 ആഴ്ചയിലധികം നീണ്ടു നിന്നില്ല. നിർഭാഗ്യവശാൽ ആ ദാമ്പത്യം തുടർന്നു പോകുവാൻ സാധിച്ചില്ല. അവൾ അവളുടെ വീട്ടിലേക്ക് വന്നു. ധാരാളം അപവാദങ്ങൾ അവളെക്കുറിച്ച് ചുറ്റുപാടുമുള്ളവരൊക്കെയും പറഞ്ഞുണ്ടാക്കി. വളരെയധികം നിന്ദിക്കപ്പെട്ടു. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ഈ 2 ആഴ്ചക്കുള്ളിൽ അവൾ ഗർഭിണിയുമായി. പിന്നീടുള്ള അവളുടെ ജീവിതം, ദൈവം അവളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവളിന്ന് ഭൂമുഖത്ത് ഉണ്ടാകുകയില്ലായിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തുവാനും അപവാദം പറയുവാനും നിന്ദിക്കുവാനും എല്ലാം ഉള്ള കാരണങ്ങളുണ്ടായി. അങ്ങനെ അവൾ കുഞ്ഞിന് ജന്മം നൽകി. ദൈവകൃപയാൽ ആ കുഞ്ഞ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലായി വളരുവാൻ ദൈവം ഇടയാക്കി. ദൈവഭയത്തിലും ദൈവവചനം അറിഞ്ഞും ദൈവത്തിലുള്ള പ്രത്യാശയിലും അവൾ വളർന്നു വന്നു. അവളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല മികവോടെ അവൾ പഠിച്ച് നല്ല സ്ഥാനത്ത് ഇന്ന് ആയിരിക്കുകയാണ്. ഇന്ന് അവൾ വിവാഹിതയായി വിദേശത്തൊരു നല്ല ജോലി സമ്പാദിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന അനുഭവത്തിലാണ്. ഈ ഔപചാരികമായി നീണ്ട 38 വർഷങ്ങൾക്ക് ശേഷം ഇവളുടെ ഭർത്താവ്, എൻ്റെ സ്നേഹിതയുടെ, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവളെ അന്വേഷിച്ചു വന്നു. അയാളുടെ മകളാണ് ഈ കുഞ്ഞ് എന്ന് അവകാശപ്പെട്ടു ധൈര്യത്തോടെ. അതിനിടയിൽ അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു, വേറെ മക്കളുണ്ടായി. എന്നാലും ഇവള് എൻ്റെ ഭാര്യയാണ്, കുഞ്ഞ് എൻ്റെ മകളാണ് എന്ന് ധൈര്യത്തോടെ പറയുവാൻ അയാൾക്ക് ദൈവം മനസ്സ് നൽകി. ഇതേക്കുറിച്ച് നമുക്ക് എന്താണ് പറയുവാനുള്ളത്? അത് 38 വർഷം അവൾ പറയുന്നത് വിവാഹശേഷം വിവാഹത്തിൻ്റെ ദിനങ്ങളിൽ 2 ആഴ്ചയിൽ അധികം അവളെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചില്ല. പിന്നീട് വേർപിരിഞ്ഞു. അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയാത്ത ആ ചുറ്റുപാടിൽ അവൾ വളരെയധികം കഷ്ടതയും നിന്ദയും ഏകാന്തതയും ഒക്കെ അനുഭവിച്ചു. എന്നാൽ ദൈവം അവളോട് കൂടെ ഇരുന്നു, അവൾക്ക് തുണയായിരുന്നു. അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ ട്യൂഷൻ എടുത്ത് അവളുടെ മകളെ പഠിപ്പിച്ചു. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ നിർവഹിച്ചു. അവളുടെ സ്വന്തം കാര്യവും അവളുടെ ആ ട്യൂഷൻ കൊണ്ട് അവൾക്ക് നോക്കുവാനായിട്ട് ദൈവം ഇടയാക്കി, ദൈവം കൃപ ചെയ്തു. ഇന്ന് അപ്രതീക്ഷിതമായി ഇവരുടെ പുനരാഗമനം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പുനരാഗമനം ഒരു വലിയ അതിശയമാണ്. മരുഭൂമിയിൽ പെയ്ത് ദേശത്തെ കുതിർക്കുന്ന മഴ പോലെയുള്ള ഒരു അനുഭവമാണ് ഇന്ന് അവളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നത്. അവളുടെ സന്തോഷം, അവളുടെ അനുഭവം ഏകാന്തതയിൽ കൂടെയും കഷ്ടതയിൽ കൂടെയും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ കൂടെയൊക്കെ വളരെ തിക്തമായ അനുഭവങ്ങളിൽ കൂടെയൊക്കെയും ഈ 38 വർഷക്കാലം അവൾക്ക് കടന്നു പോകേണ്ടി വന്നു.
എന്നാൽ ഇന്ന് അവർക്ക് സാക്ഷിക്കുവാൻ കഴിയും, എൻ്റെ ദൈവം ജീവിക്കുന്നു. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത വരുത്തുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം, എന്നെ അറിയുന്ന ദൈവം, എൻ്റെ കുറവുകളൊക്കെ ക്ഷമിക്കുന്ന ദൈവം. അവരുടെ പൈതൽ യാതൊരു ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആയ യാതൊരു വൈകല്യവുമില്ലാതെ ആ പൈതൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്നു. വളരെ അത്ഭുതമാണ്. ആ കുഞ്ഞിനെ ഇവൾ ഇത്രയധികം ഞെരുക്കങ്ങളിൽ കൂടി, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ കൂടി, കയ്പിൻ്റെ അനുഭവങ്ങളിൽ കൂടിയൊക്കെയും കടന്നുപോയ ആ ഗർഭകാലത്തിൽ അവളുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിന് യാതൊരു വൈകല്യവുമില്ലാതെ ദൈവം ആ കുഞ്ഞിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവളുടെ ജീവിതവും അവളുടെ പൈതലിൻ്റെ ജീവിതവും അനേകർക്ക് സാക്ഷ്യമാണ്. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ, കരുതിയാൽ എത്രമാത്രം സുരക്ഷിതമായി കരുതുന്നു എന്നുള്ളത് എൻ്റെ ഈ സഹോദരിയുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അവൾ പൈതലിൻ്റെ ജനനശേഷം സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു. അവളുടെ ചിന്താ മണ്ഡലങ്ങളെ അവൾ ദൈവത്തോട് അടുപ്പിച്ചു. സൺഡേ സ്കൂൾ അധ്യാപികയായും ഗായക സംഘത്തിലും സഭയുടെ ഓരോ സംഘടനകളിലുമൊക്കെയും പ്രവർത്തിച്ച് തൻ്റെ സമയം മുഴുവനും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൾ ചെലവഴിച്ചു. അങ്ങനെ ദൈവോന്മുഖമായി തൻ്റെ ജീവിതത്തെ നയിച്ചതുകൊണ്ട് നിരാശ അവളെ ഭരിച്ചില്ല. നിരാശയുടെ അനുഭവങ്ങൾ പല അനുഭവങ്ങൾ അവൾക്കുണ്ടായി. എന്നാൽ അവയുടെയൊക്കെ മധ്യത്തിൽ കരകയറുവാൻ, പിടിച്ചു നിൽക്കുവാൻ അവളെ സഹായിച്ചത് ദൈവത്തിലുള്ള ആശ്രയമാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ, എൻ്റെ സങ്കടമൊന്ന് പറയാൻ ആരുമില്ലല്ലോ എന്നൊക്കെ വിലപിച്ച് കഴിയുമ്പോൾ ദൈവവചനം നമ്മളെ ശക്തിപ്പെടുത്തും. എന്നെ അറിയുന്നവനാരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നിന്നെ അറിയുന്ന ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത വരുത്തിയ ദൈവമാണ്. അത് നീ ഓർക്കുക. നിന്നെ നടത്തിയ ദൈവം മാത്രമല്ല, നിൻ്റെ പിതാക്കന്മാരെയും നടത്തിയ ദൈവമാണ്. അവർ പറഞ്ഞു തന്നിട്ടില്ലേ? അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? വിശാലതയുടെ അനുഭവത്തിൽ കൂടെ ഈ ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ, എനിക്ക് ചുറ്റും ദൈവം അയച്ച ദൂതന്മാരെ കാണുവാൻ, ദൈവത്തിൻ്റെ സൈന്യം ആയിരവും കോടിയും ആയിരവുമായ സൈന്യത്തെ എനിക്ക് ചുറ്റും ഞാൻ കാണുന്നു. വിശാലതയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ നമ്മെ സഹായിക്കുവാനുള്ള ദൂതന്മാരെ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മെ അപമാനപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന ശത്രുക്കൾ ഒരു വശത്തുണ്ട്. പക്ഷേ അവരെക്കാൾ എത്രയോ ശക്തരായ ദൈവദൂതന്മാരാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. പ്രതിസന്ധികളിൽ ദൈവം നമ്മളോട് പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിയണം. നീ മിണ്ടരുത്. മിണ്ടാൻ പോയ കഴിഞ്ഞകാല ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് നീ ചിന്തിച്ച് വിലപിച്ച് കഴിയുമ്പോൾ അവിടെ സാത്താന് പ്രവർത്തിക്കാനുള്ള അവസരമാണ് നാം ഉണ്ടാക്കുന്നത്. അത് നിരാശയിലേക്ക് നമ്മളെ നയിക്കും. ദൈവികമായ നടത്തിപ്പ്
നമ്മെ പ്രത്യാശയിലേക്കാണ് നടത്തുന്നത്. പുറകിൽ കിടക്കുന്ന ഫറവോൻ്റെ സൈന്യത്തെ നോക്കാനല്ല നീ മുന്നോട്ട് പോകും. ഫറവോൻ്റെ സൈന്യത്തിനും ഇസ്രായേൽ മക്കൾക്ക് ഇടയിൽ നിൽക്കുന്ന ദൈവദൂതനാണ് പറയുന്നത്, നീ മുന്നോട്ട് പോകും. മുന്നോട്ടാണ് നമ്മുടെ യാത്ര, പ്രത്യാശയിലേക്കാണ് നമ്മുടെ യാത്ര. നമുക്ക് ചുറ്റിലേക്കൊന്നും നോക്കണ്ട. എന്നെ ആരും സഹായിക്കുമെന്ന് കരുതണ്ട. വെളിച്ചം പകർന്നു തന്ന്, ഇരുട്ടിനെ മാറ്റി വെളിച്ചം പകർന്നു തന്ന്, സമുദ്രത്തിൽ വഴി തുറന്നു തന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിതയാത്ര മുൻപോട്ട് പോകാം. നമുക്ക് മനുഷ്യമായ സഹായങ്ങളിൽ പ്രതീക്ഷ നമുക്ക് അസ്തമിപ്പിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ നിനക്കായി ദാഹിക്കുന്നു. നമ്മുടെ ദാഹം, നമ്മുടെ വിശപ്പ് ജീവനുള്ള ദൈവത്തിനായി തീരട്ടെ. നമ്മൾ ആയിരിക്കുന്നത് വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്താണ്. പക്ഷേ ജീവൻ്റെ ഉറവയായ ദൈവമാണ് നമ്മെ നയിക്കുന്നത്. വേണ്ടുവോളം ഭക്ഷിച്ചും പാനം ചെയ്തും മനസ്സിൻ്റെ സംതൃപ്തിയോടെ ആത്മാവിൻ്റെ സ്ഥിരതയോടെ നമുക്ക് ദൈവത്തെ അനുഗമിക്കാം. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ സംസാരത്തിലേക്കല്ല നാം ശ്രദ്ധിക്കേണ്ടത്. എന്നെ പ്രത്യാശയോടെ നടത്തുന്ന ദൈവത്തിങ്കിലേക്ക്. ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും മീഞ്ഞും വർദ്ധിപ്പിക്കുവാൻ പരക്കം പായുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുന്നത്. അതിലും വലിയ സന്തോഷം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസം നമുക്ക് തരുന്നു. ക്ഷാമത്തിൽ ക്ഷേമത്തോടെ പോറ്റുന്ന ദൈവം, മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ഒരു ദൈവം, വിലാപത്തെ സന്തോഷമാക്കുന്നൊരു ദൈവം കൂടെയുണ്ട്. ധൈര്യമായിരിക്കാം. സൈന്യങ്ങളുടെ യഹോവ കൂടെയുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക.